ബാൽമാർ ലൗറീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ടാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ട്രെൻഡ് ലൈൻ നല്ല കൃത്യമായിട്ട് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമ്മൾ ഇവിടം വരെ സപ്പോർട്ടായിരുന്നു. ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇതാണല്ലോ ട്രെൻഡ് ലൈനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത ആ സമയം മുതൽ നല്ല ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റേജിലാണെങ്കിൽ മാത്രമാണ് ചെറിയൊരു ഡൗൺ ട്രെൻഡ് അല്ല, ഒരു ചെറിയൊരു ലോവർ ലോ എന്ന രീതിയിൽ, ഒരു വൈഡായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലോവർ ലോ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഒരു ബയേഴ്സ് ഏരിയയിലേക്ക് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം 40-42 മാത്രമേ ഇതിൻ്റെ RSI പ്രകാരം ഇപ്പോൾ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രകാരം ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഓൾ ടൈം ഹൈയിലേക്ക് പ്രൈസിൻ്റെ ഇപ്പോഴത്തെ ഭാഗത്തു നിന്നും ഏകദേശം 42%ഓളം നിലവിൽ ഒരു ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ ഈ ചാർട്ട് ഒന്നുകൂടെ സൂം ചെയ്ത് ഇങ്ങനെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. വീക്ക്ലി ചാർട്ടാണ്. ഈ വീക്ക്ലി ചാർട്ടിൽ ഇന്നിപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞു, ഇന്ന് 2 ദിവസമായിട്ടുള്ളൂ, ചൊവ്വാഴ്ച ആയിട്ടുള്ളൂ. ഈ ക്യാൻഡലിൻ്റെ സൈസ് ഒന്ന് ഈ ക്യാൻഡലിനെ വെച്ചിട്ട് വീക്ക്ലി ചാർട്ടിൽ ഈ ഒരു ക്യാൻഡലിനെ നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. ഈ ഒരു വീക്ക് ക്ലോസ് ചെയ്യാതെ നമുക്ക് അനലൈസ് ചെയ്യാൻ പാടില്ല. കാരണം ഇനിയിപ്പം 3 ദിവസം കൂടെ ഉണ്ടല്ലോ. അപ്പം ഇപ്പോഴത്തെ 2 ദിവസത്തെ അനുസരിച്ച് ഈ ക്യാൻഡലിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സൈസാണ്. അതുപോലെ തന്നെ വോളിയം വളരെ കുറവാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കുമ്പോൾ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, വോളിയം വളരെ കുറഞ്ഞു വരുവാണ്. സെല്ലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ പ്രൈസ് ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടുന്ന ഒരു റേഞ്ചിലേക്കാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ബയേഴ്സിൻ്റെ ഒരു ഏരിയയിൽ ആണിപ്പം വന്ന് നിൽക്കുന്നതെങ്കിൽ നല്ലൊരു എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസ് ഇപ്പം നിൽക്കുന്ന ഭാഗത്ത് നിന്നും ഓൾ ടൈം ഹൈയിലേക്ക് ഏകദേശം 42% ഗ്രോത്ത് പൊട്ടൻഷ്യൽ നിലവിൽ കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതിൻ്റെ ഇടയ്ക്കായിട്ട് 1-2 ചെറിയ മൈനർ റെസിസ്റ്റൻസുകളൊക്കെ ഉണ്ട്. ആ റെസിസ്റ്റൻസുകളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ SL ട്രയൽ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് നമുക്ക് വേണേൽ പ്ലാൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് താഴെ SL ഇട്ടുകൊണ്ട് നമുക്ക് ഇതൊരു ലോങ് ടൈമിലേക്ക് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഓവറോൾ ചാർട്ട് ഇപ്പം നല്ലൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫണ്ട് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ നോക്കിയിട്ട് വലിയ പ്രശ്നമായിട്ടൊന്നും കാണുന്നില്ല. അത്യാവശ്യം നല്ല ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളുടെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ മാസത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് 3rd ക്വാർട്ടറിലെ റിസൾട്ട് വന്നിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ വരുമെന്ന്, അല്ലെങ്കിൽ വരുന്ന ഒരു മാസത്തിനുള്ളത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ നല്ല റിസൾട്ടുകളും കാര്യങ്ങളും, നല്ല OPM, അതുപോലെ തന്നെ നല്ല ഗ്രോത്ത്, നല്ല പൊട്ടൻഷ്യൽ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാലൻസ് ഷീറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റാണ് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ആളുകൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. നമുക്ക് നോക്കാം. താങ്ക്